ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വെയിറ്റ് ലോസ് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അവർക്കായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാലഡിന്റെ റെസിപ്പിയാണ്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ച് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സാലഡ് വെള്ളരി തൊലിയെല്ലാം കളഞ്ഞ് ക്യൂബുകളായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഒരു തക്കാളിയും ക്യൂബുകളായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട പുഴുങ്ങിയെടുത്തത് തോടെല്ലാം കളഞ്ഞ് അതും ഇതുപോലെ ക്യൂബുകളായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കടലയാണ് വേണ്ടത്. ഞാനിവിടെ ചുവപ്പ് കടലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് വെള്ളക്കടലയാണെങ്കിലും അതാണെങ്കിലും ഇതിലോട്ട് ആഡ് ചെയ്യാമേ. അത് നല്ലോണം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം കുക്കറിലിട്ട് വേവിച്ചെടുത്ത കടലയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ അളവുകളൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ 2 വലിയ സ്പൂണ് കടല ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് അത് ആഡ് ചെയ്യാമേ. അപ്പോൾ ഞാൻ ഇനി അത് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മിക്സ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കട്ട തൈര് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അധികം പുളിയില്ലാത്ത തൈരാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാമേ. കുരുമുളക് പൊടിയും കൂടെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നമുക്ക് ഒലിവ് ഓയിലിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാലഡിന്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അത് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ആഗ്രഹിക്കുന്നവരാണല്ലേ. അപ്പോൾ അവർക്കായിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ച് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കും കൊടുക്കാൻ കേട്ടോ. അവർക്കും നല്ലൊരു റെസിപ്പി തന്നെയാണ്. ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മസ്റ്റ് ആയിട്ടും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇനി അതിലേക്ക് മധുരത്തിനായിട്ട് 1 ടേബിൾ സ്പൂൺ തേൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് എള്ള് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ വൈറ്റ് എള്ളാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ 2 മുട്ട പുഴുങ്ങിയത് ക്യൂബുകളായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ മുട്ട ആഡ് ചെയ്യാതെ ബാക്കിയുള്ള പ്രോട്ടീൻസ് എല്ലാം നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വേറെ പച്ചക്കറികളും ആഡ് ചെയ്യാം കേട്ടോ. ക്യാരറ്റിന് പകരം കാബേജ് ആഡ് ചെയ്യുന്നവർക്ക് ആഡ് ചെയ്യാം. ഇനി സാലഡ് വേണ്ടെന്നുള്ളവർക്കും കാബേജ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ വേറെ പച്ചക്കറികൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്യാബേജോ ക്യാപ്സിക്കം ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാലഡ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഡയറ്റ് ഒക്കെ നോക്കുന്നവർക്കും ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്കും അവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഒരു ജീവിത സാഹചര്യമൊക്കെ വെച്ച് എല്ലാവരും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനോട് കൂടി തന്നെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അവർക്കായിട്ടൊക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ മധുരത്തിനായിട്ട് തേനാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. അതും നല്ല ടേസ്റ്റാണ്. അതുകൂടാതെ ഒലിവ് ഓയിലാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അതും ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു സാലഡ് റെസിപ്പിയാണ് കേട്ടോ. അപ്പം മസ്റ്റ് ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെയിറ്റ് ലോസും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കൂ. ബൈ ബൈ.